ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ ഡിജിറ്റലി എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നുള്ളതാണ് ഈ വീഡിയോ. സോ ഫസ്റ്റ് അതിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നന്നായിട്ട് കണക്ടിവിറ്റിയുള്ള ഒരു ഏരിയയിലിരിക്കുക. അതേപോലെ തന്നെ ഒറിജിനൽ പാൻ കാർഡും ആധാർ കാർഡും കയ്യിൽ വെക്കുക, ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറും കയ്യിൽ വെക്കുക. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ സാറിന് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം അത് വാലിഡേറ്റ് ചെയ്യാനായിട്ട് സാറിന് ഡേറ്റ് ഓഫ് ബർത്ത് പാൻ നമ്പർ എൻ്റർ ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്കും സാറിൻ്റെ ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ ഒരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും. അത് എൻ്റർ ചെയ്യുക. വ്യൂ ദ ബസ് കാർഡ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. സോ അതിനുശേഷം നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കൺഫേം യുവർ ഡീറ്റെയിൽസ്. ഇവിടെ സാറിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള പേര്, പാൻ കാർഡിൽ പ്രകാരം പേര്, അതുപോലെ തന്നെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, പേഴ്സണൽ മെയിൽ ഐ ഡി, എംപ്ലോയ്മെൻറ്റ് ടൈപ്പ്, സാറ് സാലറീഡ് ആണോ അല്ലെങ്കിൽ ബിസിനസ് ആണോ ചെയ്യുന്നത്, അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസും കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഹിയർ ബൈ എന്ന് തുടങ്ങുന്ന ഒരു ഡിക്ലറേഷൻ ഉണ്ടാവും. അത് വായിച്ച് നോക്കുക. ഒരു ഐക്കൺ ടിക്ക് ചെയ്യുക. ചെക്ക് ബെസ്റ്റ് ഓഫേഴ്സ് ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ചൂസ് കാർഡ് എന്ന് പറയുന്ന സ്റ്റേജാണ്. ഇവിടെ സാറിന് എലിജിബിൾ ആയിട്ടുള്ള ഓരോ കാർഡുകളും കാണിച്ചിട്ടുണ്ടാവും. ആ ഓരോ കാർഡുകൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈച്ച് കാർഡിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അവിടെ കാണിച്ചിട്ടുണ്ടാവും, ഫീച്ചേഴ്സ്. സോ സാർ ഇത് വായിച്ച് നോക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് എല്ലാ കാർഡിൻ്റെയും മാനുവൽ ചാർജ് എത്രയാണെന്നുള്ളതും ഡീറ്റെയിൽസ് ഉണ്ടാവും. സോ അത് വായിച്ച് നോക്കുക. താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ഐ കൺഫേം ദാറ്റ് എന്ന് തുടങ്ങുന്ന ഒരു ഡിക്ലറേഷൻ ഉണ്ടാവും. ആ ഡിക്ലറേഷൻ ഐക്കൺ ടിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. സോ അതിന് ശേഷം വരുന്ന സ്റ്റേജിൽ സാർ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ് കാണിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് സാറിൻ്റെ ഓഫീസ് അഡ്രസ്സ് എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ടാവും. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. അതായത് സാറ് കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഓഫീസ് അല്ലെങ്കിൽ സാറിൻ്റെ സ്വന്തം സ്ഥാപനത്തിൻ്റെ ആണെങ്കിൽ കറൻ്റ്ലി സാറ് വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ അഡ്രസ്സ് വേണം ഇവിടെ കൊടുക്കാനായിട്ട്. സോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള വെരിഫിക്കേഷനിൽ അത് പോസിറ്റീവ് ആകണമെങ്കിൽ സാർ അവിടെ തന്നെ ആയിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. സോ ആ ഡീറ്റെയിൽസ് കൊടുക്കുക, ഓഫീസ് അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം സിറ്റി, പിൻകോഡ്, ആനുവൽ ഇൻകം ഡീറ്റെയിൽസ്, മദർ നെയിമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം താഴേക്ക് വരുമ്പോഴത്തേക്കും സാറിന് ഈ ലിങ്ക് തന്നിരിക്കുന്ന എക്സിക്യൂട്ടീവിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയൊക്കെ എഡിറ്റ് ചെയ്യുക, എൻ്റർ ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് KYC. നമുക്കിവിടെ KYC എങ്ങനെയൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. രണ്ട് വിധത്തിലാണ് ചെയ്യുന്നത്, VKYC ആൻഡ് BKYC. സോ സാർ എപ്പോഴും ആധാർ ബേസ്ഡ് eKYC പ്ലസ് VKYC ചൂസ് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ കാർഡ് കിട്ടാനായിട്ട് ആ ഒരു പ്രോസസ്സായിരിക്കും ഹെൽപ്ഫുള്ളാവുന്നത്. നമുക്കൊരു വീഡിയോ കോളിലൂടെ നമ്മുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. സോ നെക്സ്റ്റിൽ സാർ VKYC ഏത് ലാംഗ്വേജിൽ വേണമെന്നാണ്. നമുക്ക് ഇംഗ്ലീഷും മലയാളം ഉണ്ട്. സാർ ഏതിലാണോ കംഫർട്ടബിൾ അത് സെലക്ട് ചെയ്യുക. ഐ എഗ്രി ടു തുടങ്ങുന്ന ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. സോ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വെരിഫൈ യുവർ ആധാർ. ഇവിടെ നമുക്ക് ആധാർ നമ്പറും വെർച്വൽ ID എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. സോ സാർ ആധാർ നമ്പർ സെലക്ട് ചെയ്യുക. അതിനുശേഷം സാറിൻ്റെ 12 ഡിജിറ്റ് വരുന്ന ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. അവിടെ ഗെറ്റ് OTP എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. സോ ഈ സമയത്ത് സാറിൻ്റെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു മൊബൈൽ നമ്പറിൽ ഒരു 6 ഡിജിറ്റ് വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടാകും. അത് എൻ്റർ ചെയ്യുക അവിടെ. അതിനുശേഷം വെരിഫൈ eKYC എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഈ സമയത്ത് സാറിൻ്റെ ആധാറിലുള്ള ഡാറ്റ മുഴുവൻ ഫെച്ച് ആവുന്നൊരു ടൈമാണ്. അതുപോലെ തന്നെ സാറിൻ്റെ ആധാർ വെരിഫിക്കേഷനും ഈ ഒരു പ്രോസസ്സിലൂടെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. സോ ഇത് ഫെച്ചായി ലോഡായി വരുന്നതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പേജിൽ സാറിൻ്റെ ആധാറിൽ കാണിച്ചിരിക്കുന്ന പേരും അഡ്രസ്സുമായിരിക്കും അവിടെ കാണിച്ചിട്ടുണ്ടാവുക. സോ അവിടെ അത് കറക്റ്റാണ്, സാറിൻ്റെ ആധാർ അഡ്രസ്സ് കറക്റ്റാണ്, അവിടെ തന്നെയാണ് താമസമെങ്കിൽ സാറ് ഈസ് ദിസ് മെയിലിംഗ് അഡ്രസ്സ് അവിടെ യെസ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അല്ല സാർ അവിടെ അല്ല താമസിക്കുന്നതെങ്കിൽ നോ കൊടുക്കുക. ദെൻ താഴെ ഒരു ഡിക്ലറേഷൻ ഉണ്ടാവും, അവിടെ ടിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സാർ ആധാർ അഡ്രസ്സിലാണ് അല്ലെങ്കിൽ ആധാർ അഡ്രസ്സിലല്ല, ഈ രണ്ട് സെനാരിയോ ആയാലും സാറിൻ്റെ വീട്ടിൽ, സാർ കറൻ്റ്ലി റിസൈഡ് ചെയ്യുന്ന വീട്ടിലൊരു വെരിഫിക്കേഷൻ എന്തായാലും വരും. സോ ആ വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് സാർ അവിടെ തന്നെ ആയിരിക്കണം താമസം എന്നുള്ളൊരു ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ സാറ് കറൻ്റ്ലി താമസിക്കുന്ന വീട്ടിൽ കൺസ്ട്രക്ഷനോ മെയിൻ്റനൻസ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളൊരു കാര്യം കൂടി ഉറപ്പുവരുത്തണം. സോ കറക്റ്റായിട്ട് അഡ്രസ്സ് നോക്കുക, കറക്റ്റായിട്ട് ഡിക്ലറേഷൻ കൊടുക്കുക, ദെൻ കണ്ടിന്യൂ കൊടുക്കുക. സോ അത് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിരിക്കും. അത് ടിക്ക് ചെയ്യുക, വായിച്ച് നോക്കിയിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക.
സോ ഇതാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ ഡിജിറ്റലി സബ്മിറ്റ് ചെയ്യുന്നതിനുള്ളൊരു ലാസ്റ്റ് പ്രോസസ്സ്. സോ ഇവിടെ നിന്ന് ലോഡായിട്ട് വരുന്നത് ഒരു റെഫറൻസ് നമ്പറിലേക്കായിരിക്കും. ഇതിൻ്റെ മീനിങ് സാറ് ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ ഡിജിറ്റലി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആകെയുള്ളൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ VKYC എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് ഈ റെഫറൻസ് നമ്പർ വന്ന് അപ്പോൾ തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെഫറൻസ് നമ്പർ വന്നു, സാറ് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാർട്ട് VKYC എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാറിന് അറ്റ് ദാറ്റ് ടൈം ക്രെഡിറ്റ് കാർഡിൻ്റെ VKYC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അവിടെ കറക്റ്റായിട്ട് ടൈമിംഗ് രാവിലെ 10 മുതൽ 12 മണി വരെ, സൺഡേയ്സും അതുപോലെ തന്നെ നാഷണൽ ഹോളിഡേയ്സും ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ സമയങ്ങളിൽ VKYC സ്റ്റാർട്ടാവും. അതുപോലെ തന്നെ സാറ് ഇന്ത്യക്കുള്ളിൽ ഉണ്ടാവണം. അതായത് ഒരു നെറ്റ്വർക്കുള്ള ഒരു ഏരിയയിൽ ഇരുന്നിട്ട് ഒറിജിനൽ പാൻ കാർഡോ ആധാർ കാർഡൊക്കെ ആയിട്ട് ഈ VKYC ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. വീഡിയോ KYC കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് തുടങ്ങുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു ബ്ലാങ്ക് പേപ്പറും ഒരു പെന്നും കയ്യിൽ കരുതുക. അതുപോലെ തന്നെ സാറിൻ്റെ ഒറിജിനൽ പാൻ കാർഡ്, ആധാർ കാർഡ് കയ്യിൽ വെക്കുക. അതേപോലെ തന്നെ നല്ലോണം നെറ്റ്വർക്കുള്ള അല്ലെങ്കിൽ നോയ്സ് ഇല്ലാത്തൊരു ഏരിയയിൽ ഇരുന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഇന്ത്യക്കുള്ളിൽ വേണം എന്നുണ്ട്. സോ ലൈറ്റിങ്ങിലൊക്കെ ഉള്ളൊരു റൂമിലിരുന്നിട്ട് വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. സോ ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സാറിന് VKYC വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ VKYCയുടെ സമയത്ത് ബാങ്കിൻ്റെ സൈഡിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് സാറിനോട് റാൻഡമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിരിക്കും. ലൈക്ക് സാറിൻ്റെ പാൻ കാർഡ് നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ 4 ഡിജിറ്റ്, സാറിൻ്റെ ആനുവൽ ഇൻകം, ഓഫീസ് അഡ്രസ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അത് കറക്റ്റായിട്ട് കൊടുക്കുക. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. VKYC പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് വരുന്ന സ്ക്രീൻഷോട്ട്, സാറിൻ്റെ റെഫറൻസ് നമ്പർ വരുന്ന സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ VKYC കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ട് വന്ന് സാറിന് ഈ ലിങ്ക് തന്നിരിക്കുന്ന എക്സിക്യൂട്ടീവിന് ഒന്ന് അയച്ചു കൊടുത്താൽ ഫർദർ പ്രോസസ്സിങ്ങിനായിട്ട് അത് യൂസ്ഫുൾ ആയിരിക്കും സാർ.